ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് വെച്ചാൽ നമ്മുടെ മൂഡിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സങ്കടവും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യമില്ലായ്മയാണ്. വിഷാദത്തിന്റെ സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു, എന്താണ് റീസൺ അറിയാതെ കരയുന്നതാണോ, നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, പൊട്ടിത്തെറി, ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, നമ്മൾ എന്നും ചെയ്യുന്ന കാര്യത്തിനോട് നമുക്ക് താല്പര്യമില്ലാതെ വരുന്നു, ഭയങ്കര ക്ഷീണം, നമുക്കൊന്നും ചെയ്യാനൊരു ഊർജ്ജമില്ല, ചിലർ നല്ലപോലെ കിടന്നുറങ്ങുന്നു, ചിലർക്ക് ഒട്ടുമേ ഉറക്കം വരത്തില്ല, വിശപ്പ് കുറയുന്നു, വെയിറ്റ് കുറയുന്നു, ചിലർക്കാണെങ്കിൽ ഫുഡ് കഴിക്കുന്നു, അതനുസരിച്ച് വെയിറ്റ് കൂടുകയും ചെയ്യുന്നു, നമുക്ക് ചിന്തിക്കാനോ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻസ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയും മരിച്ചാൽ മതി അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. ശരീരത്തിൽ ഭയങ്കര വേദനയായിരിക്കും. ഡിപ്രഷൻ പലതരത്തിലുണ്ട്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അനുസരിച്ച് ഒന്നാമതായി ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലെങ്കിൽ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ഏകദേശം 2 ആഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ഉറക്കമില്ലായ്മ, കണ്ടിന്യൂസ് ആയിട്ടുള്ള സാഡ്നെസ്, പിന്നെ നോർമൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതെ. പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം സിംറ്റംസ് തന്നെ 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്നു. ഡിപ്രസീവ് ഡിസോർഡർ ഡ്യൂ ടു അനദർ മെഡിക്കൽ കണ്ടീഷൻ, നിങ്ങളുടെ ശരീരത്ത് പലവിധമായ അസുഖങ്ങളുണ്ടെങ്കിൽ അസുഖങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഡിപ്രഷനാണത്. സീസൺ എഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ സീസൺ ഡിപ്രഷൻ, വിന്റർ സമയത്തോ സമ്മർ സമയത്തോ മാത്രം കാണുന്ന ഡിപ്രഷൻ, അത് ആ സീസൺ കഴിയുമ്പോഴത്തേക്കും അത് പോവുകയും ചെയ്യും. പ്രീനേറ്റൽ ഡിപ്രഷൻ ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡിപ്രഷനാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചാൽ പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം അതുമായിട്ടുള്ള ചേഞ്ചസോട് പൊരുത്തപ്പെടാതെ വരുമ്പോഴുള്ള ഡിപ്രഷനാണ്. ഡിപ്രഷന്റെ കാരണങ്ങൾ എന്തെന്ന് നോക്കാം. നമ്മുടെ ബ്രെയിനകത്തുള്ള സെറോട്ടോണിൻ ആൻഡ് ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഇംബാലൻസ് കാരണം ഉണ്ടാകും. ജനറ്റിക്സ്, പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ലൈഫിൽ എന്തെങ്കിലുമായ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവം, ഡെത്ത് ഓഫ് ലവ്ഡ് വൺ, റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ, ഫൈനാൻഷ്യൽ സ്ട്രെസ്, ഇതൊക്കെയും ഡിപ്രഷന്റെ കാരണമാകാം. എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ആകാം. ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ് ഡിപ്രഷൻ കാണപ്പെടുന്ന പഠനങ്ങൾ തെളിയിക്കുന്നു. ബർത്ത് കൺട്രോൾ പിൽസുകൾ, സ്റ്റെറോയിഡ്സുകൾ ഒക്കെയും ഡിപ്രഷൻസ് ഉണ്ടാക്കാം. ശരീരത്ത് വൈറ്റമിൻ ഡി കുറവാണെങ്കിലും ഡിപ്രഷൻ ഉണ്ടാക്കാം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലും ഡിപ്രഷൻ കാണാം. ഡിപ്രഷൻ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത്? ഡിപ്രഷൻ കൂടി കഴിയുമ്പോഴാണ് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകും. നേരത്തെ അറിഞ്ഞ് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാമെങ്കിൽ ഒരു പരിധിവരെ സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാം. ഓർക്കുക, സൂയിസൈഡ് ഒന്നും ജീവിതത്തിൽ പരിഹാരം തരില്ല. അതുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആർക്കും ഈ പറയപ്പെട്ട സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി സംസാരിക്കുകയും അവരോട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ പറയുകയും ചെയ്യണം. നമുക്ക് സ്വയമായി എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്ത് ഹോബീസ് ആണോ, ആക്ടിവിറ്റീസ് ആണോ, അതൊക്കെ. പിന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലീസോ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. ദിവസം നടക്കാൻ പോവുക, എക്സസൈസ് ചെയ്യുക, ഒരു കൃത്യസമയത്ത് തന്നെ ഉറങ്ങുകയും കൃത്യസമയത്ത് തന്നെ എഴുന്നേൽക്കുകയും ചെയ്യുക. ഒത്തിരി പ്രോസസ്ഡ് ഫുഡ്, ഷുഗേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ കുറയ്ക്കുക. പിന്നെ സൂയിസൈഡ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത് സൂയിസൈഡ് ഒന്നും ഒരു പരിഹാരമല്ല. നിങ്ങൾ മാത്രമല്ല സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത്. സമൂഹത്തിൽ അനേകം നിങ്ങളെ പോലെ പല സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവരാണ്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ മാക്സിമം പോയി നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സഹായം തേടുക. അവർ നിങ്ങളുടെ ബിഹേവിയർ ആക്ടിവിറ്റീസിലൂടെയും പല തെറാപ്പിയിലൂടെയും പല ടെക്നിക്സിലൂടെയും നിങ്ങളുടെ ഡിപ്രഷനെ മാറ്റി തരാൻ അവർ സഹായിക്കും.